പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ആരെ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. കർത്താവാകുന്ന തായ്തടിയോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുമായി ഇന്നത്തെ സുവിശേഷം. അകന്നു പോകല്ലേ, അകന്നു മാറി നിൽക്കല്ലേ. കർത്താവിൽ നിന്നിങ്ങനെ മാറി നിൽക്കുമ്പോൾ പുറത്തെടുത്ത് കളഞ്ഞ കരിക്കഷണം പോലെ നമ്മൾ ഒന്നുമില്ലാത്തവരായി പോകും. വെറുതെ കെട്ട കരിക്കഷ്ണമായി പോകും. കനലിൽ നിന്ന് ഒരു കഷ്ണം കരിയെടുത്ത് മാറ്റിയാൽ അത് വെറുതെ കരിക്കഷ്ണമായി പോകുന്നത് പോലെ, കനലില്ലാത്തതുപോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കാത്തിടത്തോളം കാലം നമുക്കിങ്ങനെ ഒരു ജ്വലനമില്ല, നമുക്ക് ജീവനില്ല എന്നുള്ളതാണ്. വ്യക്തമാണ് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ആരാണോ എന്നോട് ചേർന്ന് നിൽക്കുന്നത്, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. അതിനുള്ള ഉദാഹരണമായി ഇന്നത്തെ വിശുദ്ധൻ. ഏതാണ്ട് 170 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധൻ്റെ വചനങ്ങൾ ഇന്നും കുഞ്ഞുങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, അത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത്, അത്രമാത്രം ഒട്ടിച്ചേർന്ന് നിന്ന ഒരു വിശുദ്ധനായതുകൊണ്ടാണ്. വിശുദ്ധ ഡൊമിനിക് സാവിയയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. മരണത്തിന് ആദ്യ കുർബാന സ്വീകരണത്തിന് മുന്നായിട്ട് 7ാമത്തെ വയസ്സിൽ അദ്ദേഹം എടുത്ത പ്രതിജ്ഞയാണ്. തൻ്റെ ഡയറിയിൽ എഴുതി വെച്ച, ഒരു കുഞ്ഞെഴുതി വെച്ച ഓർമ്മയാണത്. ഐ പ്രിഫർ ഡെത്ത് റാദർ ദാൻ സിൻ. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. കർത്താവിനോടിങ്ങനെ 7 വർഷത്തോളം ചേർന്ന് നിന്നൊരാൾ, ഒരു കുഞ്ഞ് 7 വയസ്സ് വരെ. ആ 7ാമത്തെ വയസ്സിൽ വളരെ സ്പെഷ്യൽ പെർമിഷനൊക്കെ കിട്ടിയിട്ട് ഈശോയെ സ്വീകരിക്കാൻ അത്രമാത്രം വിശുദ്ധി ഉണ്ടായിരുന്നു, അത്രമാത്രം ഈശോയോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു, അത്രമാത്രം കർത്താവ് ആരാണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു 7 വയസ്സുള്ളൊരു കൊച്ചിന്. ചരിത്രം അതാ പറയണേ. അത്രയ്ക്ക് കാര്യങ്ങൾ ഉറപ്പുള്ളത് കൊണ്ടാണ് 7ാമത്തെ വയസ്സിൽ വിശുദ്ധ ഡൊമിനിക് സാവിയോയ്ക്ക് ഈശോയെ സ്വീകരിക്കാനായിട്ടുള്ള സ്പെഷ്യൽ പെർമിഷൻ കിട്ടിയത്. അതായത് 7 വയസ്സ് വരെ ഈശോയോട് ചേർന്ന് നിന്ന്, ഈശോയിൽ നിന്ന് പറഞ്ഞു പോകാൻ ഒരു വിധത്തിലും ഒരു സാഹചര്യവും ഒരുക്കാതെ ജീവിച്ച ഒരു കുഞ്ഞു വിശുദ്ധൻ. അതിനുശേഷം 7ാമത്തെ വയസ്സിൽ തൻ്റെ ഡയറിയിൽ എഴുതി വെക്കാണ്, മരിക്കുന്ന ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. പാപത്തിന് മുൻപ് ഞാൻ മരിച്ചിരിക്കും. അതങ്ങനെ തന്നെ ജീവിച്ച ഒരാൾ. പിന്നീട് 7 വർഷം കൂടിയുള്ളൂ, 15 വയസ്സാവുന്നതിന് മുൻപ് മരിച്ചു പോയൊരു വിശുദ്ധനാണ്, ഒരു ചെറിയ ടീനേജുകാരൻ. ആള് ഈ 15 വയസ്സ് വരെയും മരണം വരെയും കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു തിന്മയും ചെയ്തിട്ടില്ല, ഒരു പാപത്തിലേക്കും ചെന്ന് പെട്ടിട്ടില്ല. എന്നോട് ചേർന്ന് നിൽക്കുന്നവൻ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന വചനം പറയണേ. അത് 170 വർഷങ്ങളോളമാവുന്നു വിശുദ്ധ ഡൊമിനിക് സാവിയയുടെ മരണത്തിന് ശേഷം. ഈ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു വർഷം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം 28 കുഞ്ഞുങ്ങൾ പള്ളിയിൽ ആദ്യ കുർബാന സ്വീകരണം നടത്തി. അങ്ങനെ എത്രയോ പള്ളികളിൽ ഓരോ വർഷങ്ങളിൽ, ചില വർഷങ്ങളിൽ 50 വരെയൊക്കെ പോകും. അപ്പം അങ്ങനെ ഓരോ പള്ളിയിലും എത്രയോ കുഞ്ഞുങ്ങൾ, 170 വർഷങ്ങളിൽ എത്ര പിള്ളേരാണ് ഈ ഒരു ആദ്യ കുർബാന സ്വീകരണം നടത്തുന്നത്. അവരെല്ലാവരുടെയും ഉള്ളിൽ ആദ്യം കയറുന്ന ഒരു വിശുദ്ധൻ്റെ പേര് വിശുദ്ധ ഡൊമിനിക് സാവിയ എന്നുള്ളത് എല്ലാ ടീച്ചർമാരും, എല്ലാ സിസ്റ്റർമാരും, എല്ലാ അച്ഛന്മാരും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ഈ മനസ്താപ പ്രകരണം ഓരോ തവണ ഓരോ മനുഷ്യർ ചൊല്ലുന്ന നേരത്തും ഇത് ആവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. കർത്താവിനോട് ഇങ്ങനെ ചേർന്ന് നിന്ന് ജീവിക്കാനായി നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു വിശുദ്ധൻ, അതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധൻ, ഈ ലോകത്ത് മുഴുവൻ ഇപ്പോഴും അന്ന് മരിച്ചെന്ന് മുതൽ, അല്ലെങ്കിൽ 7ാമത്തെ വയസ്സ് മുതൽ ഈ ലോകത്തിനോട് മുഴുവൻ കർത്താവിനോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധൻ. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ വിശുദ്ധി, ഈശോയോടുള്ള സ്നേഹം, കർത്താവിനോടുള്ള വിധേയത്വമൊക്കെ ജീവിക്കാനായിട്ട് പ്രചോദനമാവുകയും മാതൃകയാവുകയും ചെയ്യുന്ന ഒരു മഹാവിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ വചനങ്ങൾ ഒന്നുകൂടി ഒന്ന് ധ്യാനിക്കുന്നുണ്ട്. എന്നോട് ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് സഹനങ്ങളുടെ സമയങ്ങളിലൂടെയാണ്. കർത്താവ് പലതവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ വരുന്നവർക്ക് സഹനങ്ങളുണ്ടാവും, പീഡനങ്ങളുണ്ടാവും, കുരിശെടുത്ത് വന്നോന്നൊക്കെ. ഇങ്ങനെ കർത്താവാവുന്ന തായ്തടിയോട് ചേർന്ന് നിൽക്കുന്ന നേരത്ത് അവിടുന്ന് വെട്ടിയൊരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണും വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ജീവിതത്തിൽ. ഡൊമിനിക് സാവിയ വല്ലാതെ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന വലിയ പ്രയാസം നിറഞ്ഞൊരു അസുഖത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയമാണ്. എന്നിട്ടും
ഒരു തവണ പോലും പരാതി പറയാനോ പ്രയാസം മറ്റുള്ളവരെ കാണിക്കാനോ ശ്രമിക്കാതെ ഈശോയോട് കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കാനായിട്ട് പരിശ്രമിച്ച ഒരു വിശുദ്ധൻ. ആ വിശുദ്ധൻ്റെ മരണവിനാഴികകൾ നമ്മൾ കാണുന്നുണ്ട്. വലിയ സ്നേഹത്തോടു കൂടി ഇങ്ങനെ സ്വർഗത്തെ നോക്കി കിടക്കാണ്. മരണത്തെ ഭയപ്പെടുന്നില്ല എന്ന് ആ മുഖം വ്യക്തമാക്കി തരുന്നുണ്ട്. പൗലോസ്ലീഹയൊക്കെ പറയുന്നത് പോലെ ഈ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം ഞാൻ കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞാൻ അറിയുന്നുണ്ട്. എന്നാൽ അതും പറഞ്ഞ് ഇപ്പം തന്നെ എങ്ങനെയെങ്കിലും മരിക്കാമെന്നല്ല, പക്ഷേ മരണം എന്നെ സന്തോഷിപ്പിക്കുന്നു. അതേ ബോഡി ലാംഗ്വേജ് വിശുദ്ധ ഡൊമിനിക് സാവിയോ മരണത്തോടടുക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അച്ഛനാവാനായിട്ടൊക്കെ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഒററ്ററിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ടീനേജർ ഈ ഒരു അസുഖം കാരണം വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ മരണത്തോടടുക്കുന്ന അത്ര തീവ്രമായിട്ടുള്ള അസുഖം. അപ്പോഴും ആളുടെ മുഖത്ത് നിറയുന്ന ഒരു പുഞ്ചിരിയുണ്ട്. പ്രാർത്ഥനയോടുകൂടെയുള്ള മരണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പുണ്ട്. ആള് മരണത്തെ ഭയപ്പെട്ടില്ല എന്ന് ഇങ്ങനെ കൃത്യമായിട്ട് ജീവചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവസാനത്തെ വാക്കുകൾ ഈ മരണത്തെ ഭയപ്പെട്ടില്ല എന്നുള്ളത് മുഖത്ത് കാണുന്നതോടൊപ്പം തന്നെ വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ മരണമൊഴികൾ, അവസാനത്തെ വാക്കുകൾ, ഐ ആം സീയിങ് ദ മോസ്റ്റ് വണ്ടർഫുൾ തിങ്സ്, ഐ എം സീയിങ് ദ മോസ്റ്റ് വണ്ടർഫുൾ തിങ്സ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നു. മരണത്തിന് മുൻപ് വിശുദ്ധ സ്തെഫാനോസ് കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ട ധീരനായിട്ടുള്ളൊരു രക്തസാക്ഷി വിളിച്ചു പറഞ്ഞ കാര്യം ഇതാ, സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. അതേ കാര്യം വിശുദ്ധ ഡൊമിനിക് സാവിയോ ശാന്തമായി വിളിച്ചു പറയുന്നു, ഐ എം സീയിങ് ദ മോസ്റ്റ് വണ്ടർഫുൾ തിങ്സ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തെ നോക്കി ഇങ്ങനെ മരണത്തിലേക്ക് നടന്നു പോയവരാണ്. ശരിക്കും രക്തസാക്ഷിയാവാതെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധനാണ് ഡൊമിനിക് സാവിയോ. പ്രത്യേകിച്ച് മധ്യസ്ഥങ്ങളൊന്നുമില്ല. അതായത് അസാധ്യ കാര്യങ്ങളോ പ്രത്യേകിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥമോ അങ്ങനെ ഒന്നുമല്ല വിശുദ്ധനെ പോപ്പുലർ ആക്കിയിരിക്കുന്നത്. നേരെ മറിച്ച് ഈശോയോടുള്ള സ്നേഹമാണ്. കർത്താവിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. കർത്താവിനെ വേദനിപ്പിക്കാതിരിക്കാനായിട്ടുള്ള സകലവിധ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈശോയെ സ്നേഹിച്ചിങ്ങനെ ഈ ലോകത്തിന് മുഴുവൻ കർത്താവിനോട് ചേർന്ന് എങ്ങനെ ചേർന്ന് നിൽക്കാമെന്നുള്ളതിൻ്റെ പാഠപുസ്തകമായിട്ട് മാറിയൊരു വിശുദ്ധൻ. അത്രയ്ക്ക് കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ കർത്താവിങ്കിലേക്ക് ഇങ്ങനെ തിരിച്ചു ചെന്ന ഈ വിശുദ്ധൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ടാവും. ആലോചിച്ച് നോക്കിയാൽ മതി. ഭയങ്കര രസമാണത്. എനിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വിശുദ്ധൻ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇയാൾ അകന്നു പോകുന്നുണ്ട്, ഇയാളെ ഒന്ന് ചേർത്ത് നിർത്തണേ. ഈശോയെ വെട്ടിയൊരുക്കുമ്പോൾ ഇയാൾക്ക് വേദന ഉണ്ടാവുന്നുണ്ട്, നിരാശപ്പെടുന്നുണ്ട്, ഇയാൾക്കൊന്ന് ബലം കൊടുക്കണം. ഒരു 15 വയസ്സ് ആവാത്ത ഒരു കുഞ്ഞ് ദൈവസന്നിധിയിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കി. അത് എനിക്ക് കർത്താവിൽ നിന്ന് അകന്നു പോവാതിരിക്കാനും കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനും ഒക്കെ ആയിട്ടുള്ള ശക്തിപ്പെടുത്തുന്ന പ്രാർത്ഥനയായി ഒരു കുഞ്ഞു വിശുദ്ധൻ നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. ഓൾട്ടർ ബോയ്സിൻ്റെയും ശരിക്കും തെറ്റിദ്ധാരണകൾ മൂലം ആരോപണം നേരിടേണ്ടി വരുന്നവരുടെയും നമ്മുടെ കുഞ്ഞുമക്കളുടെയും ഒക്കെ ആദ്യ കുർബാന സ്വീകരിക്കുന്നവരുടെയും ഒക്കെ പ്രത്യേക പ്രാർത്ഥനാ വിശുദ്ധനായിട്ട് ഈ വിശുദ്ധനെ നമ്മൾ ഇങ്ങനെ കാലങ്ങളായിട്ട് നിലനിർത്തിയിട്ടുണ്ട്, കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കേണ്ട ദിവസം ഒരു രാത്രി, ഈശോയെ ഞങ്ങളെ ഈ വിശുദ്ധൻ വഴിയായി അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, അങ്ങിൽ നിന്ന് വിട്ടുപോവാതെ ജീവിക്കാനുള്ള കൃപ നൽകി ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രയാസങ്ങളെ, സഹനാനുഭവങ്ങളെ ഈ വിശുദ്ധൻ കുഞ്ഞു പ്രായത്തിൽ എത്ര സ്നേഹത്തോടു കൂടെയാണ് ഏറ്റെടുത്തത്, അത്രയും സ്നേഹത്തോടു കൂടെ ഏറ്റെടുക്കാനുള്ള കൃപ നൽകി, അഭിഷേകം നൽകി ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ വഴിയായി ഈശോയുടെ തിരുസന്നിധിയിൽ നിന്ന് അവിടത്തോട് ചേർന്ന് നിൽക്കാനുള്ള സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം ഏറ്റുവാങ്ങും. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, പരാതികളില്ലാതെ പതറാതെ അങ്ങയോടെന്നും ചേർന്ന് നിൽക്കാൻ, അതിനെപ്പറ്റി പരാതി പറയാതെ വരുന്ന പ്രയാസങ്ങളെയും സഹനാനുഭവങ്ങളെയും സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് എന്നാണ് ഇനി കഴിയുക? അതിനായിട്ടുള്ള ആശീർവാദം, അനുഗ്രഹം ഞങ്ങൾക്ക് ഈ രാത്രി നൽകി അനുഗ്രഹിക്കണേ. ഇത് ഈ പഞ്ചക്ഷതങ്ങളൊക്കെ രാത്രിയിലായി കിട്ടണേന്ന് പറയണേ. എല്ലാവർക്കും ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ മുദ്രകൾ ലഭിക്കുന്ന ഒരു രാത്രിയായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.